മൊബൈലിൽ യൂട്യൂബ് ലോഗിൻ ചെയ്ത് ഓപ്പൺ ചെയ്യണം. നമ്മുടെ ഹോം പേജിൽ താഴെ കാണുന്ന ഈ പ്ലസ് സൈൻ ടാപ്പ് ചെയ്താൽ ക്രിയേറ്റ് ടൂൾ വിൻഡോ ഓപ്പൺ ആകും. വീഡിയോ റെക്കോർഡ് ചെയ്ത് തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ചില സെറ്റിംഗ്സ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ക്രിയേറ്റ് എ ഷോട്ടിൽ ടാപ്പ് ചെയ്യണം. അപ്പോൾ ഓപ്പൺ ആകുന്ന ഈ സ്ക്രീനിൽ മുകളിൽ ആഡ് മ്യൂസിക് എന്ന ഭാഗത്ത് ടാപ്പ് ചെയ്യുക. ഇവിടെ മ്യൂസിക് ലിസ്റ്റ് കാണാം. നമുക്ക് വേണ്ടുന്ന ഭാഷ ഈ സെർച്ച് കോളത്തിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. മലയാളത്തിലുള്ള സോങ്സ് ആണ് നമുക്ക് വേണ്ടിയത്, അതുകൊണ്ട് മലയാളം സെർച്ച് ചെയ്തു. ഇവിടെ ധാരാളം മലയാളം സോങ്സ് ഉണ്ട്. ഈ ലിസ്റ്റിൽ നിന്നും ഒരു സോങ് സെലക്ട് ചെയ്തു. ഈ സോങ് നമുക്ക് ഇവിടെ മോണിറ്റർ ചെയ്യാം. ഇവിടെ കാണുന്ന അഡ്ജസ്റ്റ് ഐക്കൺ ടാപ്പ് ചെയ്താൽ മ്യൂസിക് എവിടെ തുടങ്ങണമെന്നും എത്ര ഡ്യൂറേഷൻ വേണമെന്നും മുകളിൽ കാണുന്ന സ്ലൈഡർ മൂവ് ചെയ്ത് സെറ്റ് ചെയ്യാം. വീഡിയോ ക്ലിപ്പ് സ്പീഡ് ഈ ഐക്കൺ ടാപ്പ് ചെയ്ത് നിശ്ചയിക്കാം. 5 സ്പീഡാണ് ഡീഫോൾട്ടായി ഈ ആപ്ലിക്കേഷനിലുള്ളത്. വെരി സ്ലോ, സ്ലോ, ഫാസ്റ്റ്, വെരി ഫാസ്റ്റ്, നോർമൽ. ഈ ടൈമർ ഐക്കൺ ടാപ്പ് ചെയ്ത് ഒരു വീഡിയോ ക്ലിപ്പിന്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാം. ഡീഫോൾട്ട് ഡ്യൂറേഷൻ 15 സെക്കൻഡ് ആണ്. ഈ സ്ലൈഡർ മൂവ് ചെയ്ത് റെക്കോർഡിംഗ് എവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് തീരുമാനിക്കണം. കൗണ്ട് ഡൗൺ സെറ്റ് ചെയ്താൽ ഹാൻഡ്സ് ഫ്രീ ആയി മൊബൈൽ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാം. ഞാൻ 3 സെക്കൻഡ് കൗണ്ട് ഡൗൺ സെലക്ട് ചെയ്തു. ഈ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്താൽ 3 സെക്കൻഡിന് ശേഷം റെക്കോർഡിംഗ് തുടങ്ങും. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാവുന്ന വീഡിയോയുടെ മാക്സിമം ഡ്യൂറേഷൻ 15 സെക്കൻഡ് ആണെന്ന് പറഞ്ഞല്ലോ. ഈ 15 സെക്കൻഡിൽ ഒന്നിലധികം ക്ലിപ്സ് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ മുകളിൽ കാണുന്ന പ്രോഗ്രസ് ബാറിൽ എത്ര സെഗ്മെന്റ്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. താഴെ കാണുന്ന ക്രോസ് ഐക്കൺ ടാപ്പ് ചെയ്ത് ഈ ക്ലിപ്പുകൾ ഡിലീറ്റ് ചെയ്യാം. അതുപോലെ ഈ അൺഡു ഐക്കൺ ടാപ്പ് ചെയ്ത് ഡിലീറ്റ് ചെയ്തവ തിരികെ കൊണ്ടുവരാം. ഇനി ഈ കാണുന്ന നെക്സ്റ്റ് ഐക്കൺ ടാപ്പ് ചെയ്താൽ നമുക്ക് റെക്കോർഡ് ചെയ്ത വീഡിയോയുടെ പ്രിവ്യൂ കാണാം. ഒരിക്കൽ കൂടി നെക്സ്റ്റ് ഐക്കൺ ടാപ്പ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടുന്ന ഡീറ്റെയിൽസ് ചേർക്കാം. ഇവിടെ നമുക്ക് ഒരു ടൈറ്റിൽ ടൈപ്പ് ചെയ്യണം. ടൈറ്റിലിൽ ഒരു ഹാഷ് ടാഗ്, അതായത് ഒരു ഹാഷ് ഷോർട്സ് എന്ന് പ്രത്യേകം ചേർക്കണം. ഇതൊരു ഷോർട്ട് വീഡിയോ ആണെന്ന് സിസ്റ്റം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഓഡിയൻസ്, ഏജ് റെസ്ട്രിക്ഷൻ, മറ്റ് ഡീറ്റെയിൽസ് ഇവ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതി. നമ്മുടെ മൊബൈലിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കൂടി നോക്കാം. പ്ലസ് ഐക്കൺ ടാപ്പ് ചെയ്ത് ക്രിയേറ്റ് എ ഷോർട്ട് ടാപ്പ് ചെയ്ത് കിട്ടുന്ന സ്ക്രീനിൽ ഈ കാണുന്ന അപ്ലോഡ് ഐക്കൺ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈലിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിസ്റ്റ് കാണാം. അതിൽ നിന്നും അപ്ലോഡ് ചെയ്യാനുള്ള ഷോർട്ട് വീഡിയോ സെലക്ട് ചെയ്യുക. ഈ ഷോർട്ട് വീഡിയോയുടെ ഡ്യൂറേഷൻ 60 സെക്കൻഡിൽ ലിമിറ്റ് ചെയ്യണം. ഈ ഷോർട്ട് വീഡിയോ ട്രിം ചെയ്യുന്നതിനുള്ള ടൂൾ ഇവിടെയുണ്ട്. ഇതിൽ ഡ്രാഗ് ചെയ്ത് ഷോർട്ട് വീഡിയോ ട്രിം ചെയ്ത് തയ്യാറാക്കാം. അതിനുശേഷം അപ്ലോഡിംഗ് ഡീറ്റെയിൽസ് കൊടുക്കാം. ഇവിടെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും എഴുതാം. ടൈറ്റിലിലോ ഡിസ്ക്രിപ്ഷനിലോ ഹാഷ് ഷോർട്സ് എന്ന് ടൈപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് പ്ലേലിസ്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ടാപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഇനി ഒരു യൂട്യൂബ് ഷോർട്സ് തയ്യാറാക്കാൻ ഈ വീഡിയോ ഉപകരിക്കും. മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യണം.
അതുപോലെ ഒരു ലൈക്ക് ആൻഡ് കമൻറ്റ് ഇടാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.